മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ കെ.എം. എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. കെ.എം. എബ്രഹാം പ്രഥമ ദൃഷ്ട്യാ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് കണ്ടെത്തിയാണ് കോടതി നടപടി. ഭരണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാമെന്ന കെ.എം. എബ്രഹാമിന്റെ ധാരണ വിലപ്പോയില്ല എന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രതികരിച്ചു. കൊല്ലം കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് കെ.എം. എബ്രഹാമിന് വിനയായത്. ഇതിൽ തനിക്ക് ബന്ധമില്ലെന്നായിരുന്നു എബ്രഹാമിന്റെ വാദം. എന്നാൽ ഹൈക്കോടതി ഇത് തള്ളി. കെ.എം. എബ്രഹാമിന്റെ ഭാര്യയുടെ ഫെഡറൽ ബാങ്ക് നന്ദൻകോട് ശാഖയിലെ പണമിടപാട് രേഖകളാണ് പരാതിക്കാരൻ തെളിവായി കോടതിയിൽ ഹാജരാക്കിയത്. ഇത് പരിശോധിച്ച ശേഷമാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമെന്ന വാദം ഹൈക്കോടതി അംഗീകരിക്കുന്നത്. കെട്ടിട പെർമിറ്റ് രേഖകളും കെ.എം. എബ്രഹാമിന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നതാണെന്നും ജസ്റ്റിസ് കെ. ബാബു ചൂണ്ടിക്കാട്ടി. കേസ് അവസാനിപ്പിച്ചുകൊണ്ട് വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് കണ്ണടച്ച് സ്വീകരിച്ചതിന് വിചാരണ കോടതിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. 2015 ധനകാര്യ സെക്രട്ടറിയായിരിക്കെ കെ.എം. എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പരയ്ക്കലിന്റെ ആരോപണം. മുംബൈയിലടക്കം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയെന്നും ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്നുമുള്ള ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു. കോളേജ് പ്രൊഫസർമാരായിരുന്ന മാതാപിതാക്കളുടെ പെൻഷൻ തുകയുടെ കൂടി സഹായത്താലാണ് വായ്പാ തിരിച്ചടവെന്നായിരുന്നു കെ.എം. എബ്രഹാമിന്റെ മറുപടി. കേസ് രേഖകൾ എത്രയും വേഗം സിബിഐക്ക് കൈമാറാൻ വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന കൊച്ചി സിബിഐ യൂണിറ്റിനെയാണ് കെ.എം. എബ്രഹാമിനെതിരായ അന്വേഷണം ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. ജേക്കബ് തോമസ് വിജിലൻസ് മേധാവിയായിരിക്കെയാണ് കെ.എം. എബ്രഹാമിനെതിരെ അന്വേഷണം വരുന്നത്. ഇതിനെതിരെ IAS തലത്തിൽ വലിയ പ്രതിഷേധമുയർന്നതും വൈകാതെ ജേക്കബ് തോമസ് വിജിലൻസിൽ നിന്ന് തെറിച്ചതും ചരിത്രമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.